അതെ, ഇന്ന് കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ. ഒരു ഫാമിലി ചെറിയൊരു വ്ളോഗാണേ. ഞങ്ങൾ ഇന്ന് തിരുപ്പൂര് തമിഴ് കല്യാണം കൂടാൻ പോകുന്നതിന്റെ ഒരു വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. വീട്ടിൽ നിന്ന് ഞങ്ങൾ രാവിലെ ഒരു 8-8:30 ആയപ്പോ തന്നെ ഇറങ്ങി. വിശപ്പിന്റെ വിളി വന്നതുകൊണ്ട് പാലാരിവട്ടത്ത് ബൃന്ദാവൻ ഹോട്ടലിൽ കയറി ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് നെയ്റോസ്റ്റും പിന്നെ എന്റെ ഫേവറേറ്റ് ഗോതമ്പൂട്ട് ദാ ഈ പാല് പിഴിഞ്ഞ കടലക്കറി. ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങള് കല്യാണം കൂടാൻ പോകുന്നതിന്റെ വിശേഷങ്ങളാണേ. ഇളയച്ചനാണ് ട്ടോ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോൻ ഫ്രണ്ട് സീറ്റിലുണ്ട്. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഇത്രയും ഫ്രീ ആയിട്ട് സ്റ്റിയറിംഗ് ഇല്ലാതെ ഏട്ടനെ കിട്ടുന്നത് വളരെ അപൂർവമാണ്. കുറച്ചു ദൂരം ഞാനും ഓടിച്ചായിരുന്നു. പക്ഷെ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വൈകിട്ട് 5 മണിക്ക് അവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിനു മുന്നേ അവിടെ എത്തി നമുക്കൊന്ന് ഫ്രഷ് ആവണം. അതുകൊണ്ട് തന്നെ കുറച്ചു ദൂരമേ മാത്രമേ ഞാൻ ഓടിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ പാലക്കാട് എത്തി. കുതിരാൻമല കയറാറായപ്പോഴേക്കും നല്ലൊരു അടിപൊളി മഴയൊക്കെ കിട്ടി. അപ്പോഴേക്കും എല്ലാവർക്കും ഉച്ചക്കത്തെ വിശപ്പിന്റെ വിളിയൊക്കെ വന്നു തുടങ്ങി. നല്ലൊരു തമിഴ് ട്രഡീഷണൽ കല്യാണം കൂടുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തമിഴ് കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. സിനിമയിലും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇതാ നോക്കിയേ, നമ്മൾക്ക് വിശപ്പ് വന്നപ്പോഴത്തേക്കും നമ്മളൊരു നല്ലൊരു ഹോട്ടൽ നോക്കി നിർത്തി. അവിടെ ബിരിയാണി ആയിരുന്നു. വിശപ്പിന്റെ വിളി കൂടുതലായത് കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മളുടെ യാത്ര തുടങ്ങി. അപ്പോഴേക്കും ദാ ഏട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാനപ്പോ ദാ ഫ്രണ്ട് സീറ്റിലേക്ക് കയറി. ഇളയച്ചനെ മോനെ ബാക്ക് സീറ്റിലേക്ക് ആക്കി. ഏട്ടന്റെ കസിൻ ചേച്ചിയുടെ മോളുടെ കല്യാണമാണ്. ചേച്ചിയൊക്കെ എല്ലാവരും വർഷങ്ങളായിട്ട് ട്രിവാൻഡ്രത്താണ്. ചേച്ചിക്ക് അവിടെ ISROയിലാണ് കേട്ടോ ജോലി. അതുപോലെ തന്നെ ചെറുക്കനും ജനിച്ചു വളർന്നതെല്ലാം ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ചെറുക്കന്റെ അച്ഛനും അമ്മയും ബേസിക്കലി അവര് തമിഴ് ഫാമിലിയാണ്. അപ്പൊ അവരുടെ നാടാണ് ഇത് തിരുപ്പൂര്. അപ്പൊ അവരുടെ ആചാരപ്രകാരം ഈ തിരുപ്പൂര് വെച്ചിട്ടാണ് കല്യാണം. അവരുടെ ബന്ധുക്കൾ എല്ലാവരും ഇവിടെയാണ്. അപ്പൊ നമുക്ക് ഈ ഹോട്ടലിലാണ് ചേച്ചി റൂമെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ റിലേറ്റീവ്സ് എല്ലാവരും തലേദിവസം തന്നെ എത്തി. 2 ചടങ്ങ് ഓൾറെഡി കഴിഞ്ഞു. നമുക്കപ്പോ ആ ടൈമിൽ എത്താൻ പറ്റിയില്ല. അപ്പൊ വൈകുന്നേരത്തെ ചടങ്ങിന് പോകണം. അപ്പൊ അതുകൊണ്ട് ചേച്ചി നമുക്ക് 2 റൂം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. നമ്മുടെ റൂമൊക്കെ റെഡിയായി. നമ്മൾ ലിഫ്റ്റിൽ പോവുകയാണെ. ഒരു റൂം ഫസ്റ്റ് ഫ്ലോറും ഒരു റൂം സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ്. അപ്പൊ ദാ ഇളയച്ചന്റെ മോന്റെ റൂം സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ആദ്യം വന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി റൂമാണ്. നമുക്ക് ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. നമ്മുടെ റൂം വന്നിട്ട് ഫസ്റ്റ് ഫ്ലോർ ആണ്. ഒട്ടും വൈകാതെ തന്നെ ഞങ്ങളിപ്പോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകും. ദാ അപ്പം നമ്മള് പെട്ടെന്ന് റെഡിയായി ഫംഗ്ഷന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഇനി എന്റെ ഏട്ടന്റെ റൂം. ഇതാണ്. പെട്ടെന്ന് റെഡിയായി നമുക്ക് ഈവനിങ്ങുള്ള ഫംഗ്ഷന് പോകണം. ഓൾറെഡി 2 പരിപാടി നമുക്ക് മിസ്സായി. അപ്പൊ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ അടുത്ത ഒരു വ്ലോഗായിട്ട് ഞാൻ ചെയ്യാം അടുത്തത് കല്യാണം. ഓക്കെ, ടാറ്റാ.